ഹായ് ഓൾ. നമ്മൾ സ്ട്രാറ്റജിക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്തുള്ള ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറയാവുന്ന ഒരു ചാപ്റ്റർ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അല്ലേ. എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു, ഡെറിവേറ്റീവ്സിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനകത്ത് നമ്മൾ ഫോർവേഡ് എന്താണെന്ന് പറഞ്ഞു. ഫോർവേഡ് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഫ്യൂച്ചർ ആയിരുന്നു. ദാറ്റ് മീൻസ് ഫോർവേഡിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേർഷനെയാണ് നമ്മൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞത്. അത് ഫ്യൂച്ചറിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. ഫ്യൂച്ചറിനകത്ത് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു മാർക്കിംഗ് ടു മാർക്കറ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലേ. സോ മാർക്കിംഗ് ടു മാർക്കറ്റ് എന്താണെന്ന് അറിയണമെങ്കിൽ രണ്ട് പൊസിഷനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ലോങ് പൊസിഷനും ഷോർട്ട് പൊസിഷനും. ഇനി ആ പൊസിഷൻ എടുക്കണമെങ്കിൽ രണ്ട് പ്രൈസുകളെ കുറിച്ച് അറിയണം. ഏതൊക്കെയാണ്? അതായത് ആ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനകത്ത് എഴുതിയിരിക്കുന്ന ആക്ച്വൽ ഫ്യൂച്ചർ പ്രൈസും പിന്നെ ഈ കോൺട്രാക്റ്റ് എക്സ്പയറി ആവുന്ന ഡേറ്റിനകത്ത് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏത് പ്രൈസും, മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള FFP അല്ലെങ്കിൽ TFP, ഫെയർ വാല്യൂ, ഫെയർ ഫ്യൂച്ചർ വാല്യൂ എന്നോ അല്ലെങ്കിൽ തിയററ്റിക്കൽ ഫ്യൂച്ചർ വാല്യൂ എന്നോ എന്തായാലും പറയാം. അത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു അഞ്ച് മെത്തേഡ്സ് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ 5 ടൈപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ഒന്ന് ക്യാഷ് അല്ലെങ്കിൽ നോൺ ക്യാഷ് ഇൻകം ഒന്നും ഇല്ലെങ്കിൽ S0 × e⁻RT. ഇനി അടുത്തത് ഇൻകം ഉണ്ടെങ്കിൽ S0 - I × e⁻RT. ഇനി ഈൽഡ് ആണെങ്കിൽ R - C ചെയ്തു, ക്യാരിയിങ് കോസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ S0 + S ക്യാരിയിങ് കോസ്റ്റും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ ഒരു 5 ടൈപ്പിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്തത്. ആണോ? അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ചെയ്തത്? ഫെയർ ഫ്യൂച്ചർ പ്രൈസ്. ദാറ്റ് മീൻസ് ആ എക്സ്പയറി ആവുന്ന ഡേറ്റിനകത്ത് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. മനസ്സിലായി? ആൻഡ് നെക്സ്റ്റ് വൺ, ഈ വീഡിയോയ്ക്കകത്ത് അതിനേക്കാൾ പ്രാധാന്യമുള്ള 2 കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്ന 5 കേസുകളിലും നമ്മൾ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസ് ചെയ്തു. ആ ചെയ്ത് നോക്കിയപ്പോഴെല്ലാം നമ്മളൊരു ഓരോ കമ്പനിയുടെ സെപ്പറേറ്റ് ഷെയർസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്തത് അല്ലേ. ദാറ്റ് മീൻസ് ആ 5 ഫ്യൂച്ചറിൻ്റെ പ്രോബ്ലത്തിനകത്തും 5 ഇല്ലുസ്ട്രേഷൻസിനകത്തും അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് ഏതായിരുന്നു? ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ ആയിരുന്നു. ആണല്ലോ. നമ്മൾ 5 ഇല്ലുസ്ട്രേഷൻ എന്ന് മനസ്സിലായോ? ഈ പറയുന്ന 5 ടൈപ്പ് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കാണാനുള്ള 5 ടൈപ്പ്. ആ 5 ടൈപ്പിനകത്ത് ആ ഡെറിവേറ്റീവ്സ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന ഡെറിവേറ്റീവിൻ്റെ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് 5 കമ്പനികളുടെ ഷെയർസ് ആയിരുന്നു. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പഠിക്കുന്നത് എന്താണെന്നറിയാമോ? ഇവിടെ അണ്ടർലൈയിങ് അസറ്റായിട്ട് നമുക്ക് ഷെയർസ് തന്നെ വേണമെന്നില്ല, നമുക്ക് ഇൻഡെക്സ് വെച്ചിട്ടും എന്ത് ചെയ്യാം? ഈ പറയുന്ന ഫ്യൂച്ചർ കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടാം. ദാറ്റ് മീൻസ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പുതിയ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണേ. അവിടെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ അണ്ടർലൈയിങ് അസറ്റ്, ദാറ്റ് മീൻസ് ഫ്യൂച്ചർ കോൺട്രാക്ട് അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സ് ആണ്. BSDയോ അല്ലെങ്കിൽ NSDയോ, സെൻസസ് ഇൻഡെക്സ്. ആ ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ, ആ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യം കൂടെ നോക്കി. ബാക്കിയെല്ലാം പറഞ്ഞത് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റി ആണെങ്കിൽ ഈ പറയുന്ന ഇൻഡെക്സ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. BSE ഇത്രയും പോയിന്റ് കൂടി അല്ലെങ്കിൽ NSE ഇത്രയും പോയിന്റ് കുറഞ്ഞു എന്നൊക്കെ പറയുമ്പം അവിടെ സ്പെസിഫൈ ചെയ്യുന്നത് ഓരോ കമ്പനിയുടെയും സെപ്പറേറ്റ് സെക്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലല്ല. അല്ലല്ലോ. BSEയും NSE എല്ലാം പറയുന്നത് മാർക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടാം. ക്ലിയറിംഗ് ഹൗസ് പറയുന്ന സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള യൂണിറ്റ്സ്, ക്വാളിറ്റി എല്ലാം ഉള്ള ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടാം. നോ ഇഷ്യൂസ്. പക്ഷേ ഈ പറയുന്നത് പോലെ ഇൻഡിവിജ്വൽ കമ്പനിയുടെ ഷെയർ പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ പറയണേ, പകരം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണേ? ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയണേ. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഞാൻ ലോങ് പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. എൻ്റെ വിചാരം എന്തായിരിക്കും? ലോങ് പൊസിഷൻ എടുക്കുമ്പോൾ മാർക്കറ്റിൽ ഈ പറയുന്ന റേറ്റ് വളരെയധികം കൂടുമെന്നാണ്. സോ ഇന്നത്തെ ദിവസം BSE ഇൻഡെക്സിൻ്റെ സെൻസസ് നോക്കിയപ്പം 1000 യൂണിറ്റ് ആയിരുന്നു, അല്ലെങ്കിൽ 1000 പോയിന്റ് ആയിരുന്നു. പറയുന്ന എക്സാമ്പിൾ മനസ്സിലായല്ലോ. ഇന്നത്തെ ദിവസം 1000 പോയിന്റ് ആയിരുന്നു ഇന്നത്തെ ദിവസത്തെ BSE സെൻസെക്സിൻ്റെ ഇൻഡെക്സ്. സോ അടുത്ത മാസം 30-ാം തീയതി ഇത് ഒരു 1300 രൂപയാവും എന്ന് പറഞ്ഞൊരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അവിടെ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ 1300 പോയിന്റ്സിന് വിൽക്കാനോ വാങ്ങിക്കാനുള്ള ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അവിടെ ഉണ്ട്. മനസ്സിലായി? സോ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്നറിയാമോ? അയ്യോ, ഇത് മാർക്കറ്റ് ഭയങ്കര ഹൈ ആവും, 1300-നേക്കാൾ മുകളിൽ പോകും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ ഈ പറയുന്ന ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടാം. ഓക്കെ. ഇന്ന് 1000 യൂണിറ്റ്സ് ആയിരുന്നു. അടുത്ത മാസം 30-ാം തീയതി ആകുമ്പോൾ അത് 1300 യൂണിറ്റ്സിന് വിൽക്കാനോ വാങ്ങിക്കാനോ വേണ്ടിയിട്ട് AFP 1300 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ അവൈലബിൾ ആണ്. ഞാൻ നോക്കിയപ്പം അത് 1300 പോയിന്റ്സിനേക്കാൾ കൂടുതൽ പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് എന്ത് ചെയ്യാം? ലോങ് പൊസിഷൻ എടുക്കാം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസിൻ്റെ അടിസ്ഥാനത്തിലല്ല കാര്യങ്ങൾ പറയണേ. മനസ്സിലായി? ഇറ്റ്സ് കോൾഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്. സോ ഒരു ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ മാർക്കറ്റ് ഇൻഡെക്സുകളാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയാം.
പോയിന്റ് നമ്പർ 1. ആൻഡ് പോയിന്റ് നമ്പർ 2, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിനകത്തും ഈ പറയുന്നത് പോലെ നിങ്ങൾ ലോങ് ആണോ ഷോർട്ട് ആണോ എടുക്കാൻ പോകുന്നത് എന്ന് നോക്കണം. മനസ്സിലായോ? ആ ലോങ് ആണോ ഷോർട്ട് ആണോ എന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന 5 ഇക്വേഷൻസ് മാത്രമാണ് ഇൻഡെക്സിനകത്തും അപ്ലൈ ചെയ്യണേ. വൺസ് അഗൈൻ, ഇൻഡെക്സ് ഫ്യൂച്ചർ നിങ്ങൾ ചെയ്യുന്ന നേരത്തും നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ലോങ് ആണോ ഷോർട്ട് ആണോ എന്ന് പറയുന്ന ഒരു തീരുമാനം എടുക്കാൻ നേരത്ത് നമ്മൾ തീർച്ചയായിട്ടും എന്ത് കണ്ടുപിടിക്കണം? FFP കണ്ടുപിടിക്കണം, അല്ലേ? അല്ലെങ്കിൽ ഫെയർ ഫ്യൂച്ചർ പോയിന്റ്സ് എന്ന് പറയാം. പോയിന്റ്സ്, ഇൻഡെക്സിൻ്റെ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഈ പഠിച്ച 5 ഇക്വേഷൻസ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. ആൻഡ് പോയിന്റ് നമ്പർ 3, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഷോർട്ട് പൊസിഷനോ ലോങ് പൊസിഷനോ എടുത്തേക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഗെയിൻ ഉണ്ടായേക്കാം. ഫ്യൂച്ചറിനകത്ത് എല്ലാം അങ്ങനെയല്ലേ, നമ്മൾ ഭാവിയിൽ ഗെയിൻ ഉണ്ടായേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഈ പറയുന്ന പോലെ ഏതിനകത്ത് ഏർപ്പെടണേ? ഫ്യൂച്ചറിനകത്ത് അല്ലെങ്കിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടണേ. മനസ്സിലായല്ലോ? സോ 2-3 കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തൊക്കെയായിരുന്നു? ഇൻഡെക്സിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇൻഡെക്സിനെ അണ്ടർലൈൻ അസറ്റായിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത്. നോർമലി ബാക്കി എല്ലാത്തിനും AFPയും TFPയും കണ്ടുപിടിച്ചതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിനകത്ത് TFP കണ്ടുപിടിക്കാം. ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ എടുക്കാം. ഒരു പ്രോബ്ലം കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. നോക്കി, a 3-month future contract on Nifty is available at a time when the Nifty is costing 1800 points. So നിലവിൽ എത്ര പോയിന്റ്സ് ആണ്? നിലവിൽ 1800 പോയിന്റ്സ് ആണ്. സ്പോട്ട് പോയിന്റ്സ് എന്ന് പറയുന്നത് നിലവിൽ എത്ര പോയിന്റ്സ് ആണ്? 1800 പോയിന്റ്സ് ആണ്. ഞാൻ പറയുന്ന ഡിഫറൻസ് മനസ്സിലാവുണ്ടല്ലോ. നമ്മൾ നേരത്തെ ആണെങ്കിൽ ഓരോ സ്റ്റോക്കിൻ്റെ പ്രൈസിൻ്റെ മുകളിലാണ് നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പറയുന്നത് നോക്കിയാൽ 1800 പോയിന്റ്സ് ആണ്. ദാറ്റ് മീൻസ് സ്പോട്ടിൽ 1800 പോയിന്റ്സ് ആണ്. കണ്ടിന്യൂസ്ലി കോമ്പൗണ്ടഡ് റിസ്ക് ഫ്രീ റേറ്റ് ഈസ് 10%. എത്ര ശതമാനമാണെന്ന് തന്നിട്ടുണ്ട്. കണ്ടിന്യൂസ്ലി കോമ്പൗണ്ടഡ് ഈൽഡ് ഓൺ ദ നിഫ്റ്റി സ്റ്റോക്ക് ഈസ് 2% per annum. ദാറ്റ് മീൻസ് ഈൽഡ് തന്നിട്ടുണ്ട്. ഈൽഡ് തന്നിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? 2% ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? R-C ചെയ്യണം, അല്ലെങ്കിൽ R-Y ഈൽഡ് എന്ന് പറയുന്ന സാധനം ചെയ്യണം, അല്ലേ? നമ്മുടെ 3ാമത്തെ ഇക്വേഷൻ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തേ? അതായത് ഇൻകം ഉണ്ട്, ആ ഇൻകം തന്നിരിക്കുന്നത് പെർസെൻറ്റേജിലാണെങ്കിൽ, ഈൽഡിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? R-Y ചെയ്യാം. മനസ്സിലായോ? സോ സ്പോട്ട് പോയിന്റ് എന്ന് പറയുന്നത് 1800 വരും ഇൻറ്റു R എന്ന് പറയുന്നത് 10% വരും, Y എന്ന് പറയുന്നത് ഈൽഡ് എന്ന് പറയുന്നത് 2% വരും. ഇനി 1 ഫ്യൂച്ചർ കോൺട്രാക്ട് ഈക്വൽ ടു 200 നിഫ്റ്റി. നോക്കി, ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. 1 ഫ്യൂച്ചർ കോൺട്രാക്ട്സ് ഈക്വൽ ടു 200 നിഫ്റ്റി. മനസ്സിലായോ? അതായത് ഇവിടെ ബാക്കിയുള്ള സ്റ്റോക്കുകളെ പോലെ ഇൻഡിവിജ്വലിൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ഒരു സിംഗിൾ സെക്യൂരിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ഫ്യൂച്ചർ കോൺട്രാക്റ്റിനകത്ത് ഏർപ്പെടുന്നത്. നിഫ്റ്റി പോയിന്റ്സിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ അവിടെ ഓരോ കോൺട്രാക്റ്റ് ആയിരിക്കും. ഒരു കോൺട്രാക്റ്റിനകത്ത് ഇത്രയും പോയിന്റ്സ്. മനസ്സിലായോ? ദാറ്റ് മീൻസ് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മേഖലയാണ് ഇത്. ഇത് മനസ്സിലായാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. 1 ഫ്യൂച്ചർ കോൺട്രാക്ട് ഈക്വൽ ടു 200 നിഫ്റ്റി പോയിന്റ്സ്. ഓക്കെ, സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ക്ലിയറിംഗ് ഹൗസിനകത്ത് ഈ വിൽക്കാൻ വെക്കുന്നത് പോലെ തന്നെ നിങ്ങൾ ചിന്തിച്ചോ. ഒരു ക്ലിയറിംഗ് ഹൗസിനകത്ത് ഇൻഡിവിജ്വൽ A ലിമിറ്റഡിൻ്റെയോ B ലിമിറ്റഡിൻ്റെയോ ഷെയർസോ സെക്യൂരിറ്റീസോ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലെ തന്നെ ഇൻഡെക്സ് പോയിന്റ്സും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പക്ഷേ ഒറ്റ വ്യത്യാസമുള്ളൂ, അവിടെ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ സെക്യൂരിറ്റീസ് വിൽക്കുകയോ വാങ്ങിക്കുകയോ ചെയ്യാം. ഇങ്ങോട്ട് കയറി വരുമ്പോഴോ ഇവിടെ ഒരു കോൺട്രാക്റ്റ് ആണ്. ആ കോൺട്രാക്റ്റിനകത്ത് 200 പോയിന്റ്സ് ആണ്. മനസ്സിലായി? നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിനകത്തുള്ള കോൺട്രാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഓരോ കോൺട്രാക്റ്റും എന്ന് പറയുന്നത് എത്രയാണ്? 200 നിഫ്റ്റി പോയിന്റ്സ് ആണ്. ഓക്കെ, അത് എന്തിനാണെന്ന് നമുക്ക് ഭാവിയിൽ വഴിയെ പഠിക്കേണ്ടി വരും. ഈ പ്രോബ്ലത്തിനകത്ത് അതിനെക്കുറിച്ച് പ്രാധാന്യമൊന്നുമില്ലെങ്കിലും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് പറയുന്ന നേരത്ത് അതും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തേ പറ്റും. ഓക്കെ, ഇനി ഹൗ മച്ച് വിൽ യു പേ ഫോർ നിഫ്റ്റി ഫ്യൂച്ചേഴ്സ്? ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രൈസ് കണ്ടുപിടിക്കണം, അല്ലേ? ചെയ്യാം. If the Nifty forward trades 1825, what action would follow? അതായത് AFP തന്നിട്ടുണ്ട് 1825 ആണെന്ന്. നമുക്ക് ഏത് കണ്ടുപിടിച്ചാൽ മതി? TFP എന്ന് പറയുന്ന സാധനം കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, സോ ശ്രദ്ധിക്കേണ്ട കാര്യം സ്പോട്ടിലെ പോയിന്റ് എത്രയാണെന്ന് നോക്കാം. അതായത് നമ്മൾ TFP എന്ന് പറയുന്ന സാധനം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണം. എന്തായിരുന്നു ഇക്വേഷൻ? S0 ഇൻറ്റു E⁻R-Y ഇൻറ്റു T, അല്ലേ? ഓക്കെ, ദാറ്റ് മീൻസ് എത്ര വരും? സ്പോട്ട് പോയിന്റ് എന്ന് പറയുന്നത് 1800 പോയിന്റ്സ് ആണ് സ്പോട്ടിൽ, ഇൻറ്റു E⁻R എന്ന് പറയുമ്പോൾ
0.10, y എന്ന് പറയുമ്പോൾ 0.02 ഇൻറ്റു ടി എത്രയാണ് 3 മാസമാണ് ടൈം പറഞ്ഞിരിക്കുന്നത് 3/12. ചെയ്ത കാര്യം മനസ്സിലായല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1800 ഇൻറ്റു ഇ റേസ് ടു 0.02 വരും. അതിൻ്റെ വാല്യൂ 1800 ഇൻറ്റു 1.0202. ദാറ്റ് ഈസ് ഈക്വൽ ടു 1836. ദാറ്റ് മീൻസ് നമുക്ക് നമ്മുടെ പ്രതീക്ഷ എന്താ, ഇത്രയും ആയേക്കാം. എത്ര 3 മാസം കഴിയുമ്പോൾ 1800 കിടക്കുന്ന ഇൻഡെക്സ് പോയിന്റ്സ് 1836 പോയിന്റ്സ് ആയേക്കാം. മനസ്സിലായല്ലോ. ഇനി AFP എത്രയാണ്? പ്രോബ്ലത്തിനകത്ത് AFP പറഞ്ഞിട്ടുണ്ട് 1825 പോയിന്റ്സ്. ദാറ്റ് മീൻസ് ആഫ്റ്റർ 3 മന്ത്സ് മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള പോയിന്റ് എന്ന് പറയുന്നത് 1825 നമ്മൾ കണ്ടുപിടിച്ച TFP കൂടുതലായതുകൊണ്ട് അല്ലേ, നമ്മൾ കണ്ടുപിടിച്ച TFP അന്നത്തെ ദിവസത്തെ പോയിന്റ് കൂടുതലായേക്കാം. ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്യൂച്ചർ കോൺട്രാക്ട് ഭാവിയിൽ ബൈ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കും. മനസ്സിലായോ? സോ ഏത് പൊസിഷൻ നമുക്ക് എടുക്കാൻ പറ്റും? ഫ്യൂച്ചറിൽ ബൈ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലോങ് പൊസിഷൻ എന്ന് പറയുന്നൊരു സ്കോപ്പിലോട്ട് എത്താൻ പറ്റും. സോ ഇവിടെ നോക്കി, ആകെ കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏക ഡിഫറൻസ് എന്ന് പറയുന്നത് അത് എന്തിനാണ് എന്ന് നമുക്ക് പറയാം. എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് മാത്രമാണ്. ഏതാ നമ്മുടെ കോൺട്രാക്ട്സ്. ദാറ്റ് മീൻസ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു അഡീഷണൽ പോയിന്റ് എന്ന് പറയുന്നത് ഏത് മാത്രമായിരുന്നു? ഈ പറയുന്ന കോൺട്രാക്റ്റുകൾ മാത്രമായിരുന്നു. ഓക്കെ, സോ പറഞ്ഞ കാര്യങ്ങൾ, അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചേഴ്സ് ആണ്. ഇൻഡെക്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയണേ. സാധാരണ രീതിയിൽ കാണുന്നത് പോലെ AFP TFP ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ലോങ് എടുക്കണോ ഷോർട്ട് പൊസിഷൻ എടുക്കണോ എന്നൊക്കെ നമുക്ക് നോക്കാം. നോ ഇഷ്യൂസ് അറ്റ് ഓൾ. ഓക്കെ, പക്ഷേ ഓരോ കോൺട്രാക്റ്റും എന്ന് പറയുന്നത് സർട്ടൻ നമ്പർ ഓഫ് നിഫ്റ്റി പോയിന്റ്സ് ആയിരിക്കും. മനസ്സിലായി? സോ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് 1, 2, 3, 4 നിഫ്റ്റി പോയിന്റ്സ് ആയിരിക്കില്ല. നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയായിരിക്കും? 2 കോൺട്രാക്ട്, 3 കോൺട്രാക്ട്, അങ്ങനെയായിരിക്കും. ഇവിടെ തന്നെ നോക്കി, ഇവിടെ ഒരു കോൺട്രാക്റ്റിനകത്ത് 200 പോയിന്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ 9 കോൺട്രാക്റ്റുകൾ വാങ്ങിക്കണം. കാരണം എന്താ, 1800 പോയിന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പറയാം, അതെല്ലാം അടുത്ത വീഡിയോയ്ക്കകത്ത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.